വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരി 5 നടന്ന ബൈൻഡർ പരീക്ഷയിൽ ചോദിച്ച GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പരീക്ഷയിൽ 20 GK ക്വസ്റ്റ്യൻസും ബാക്കിയുള്ളത് ബൈൻഡറുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സും ആയിരുന്നു. അപ്പോൾ ഈ 20 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 18/2026 ആണ്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? ഓപ്ഷൻ ബി ആണ് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം. താഴെ പറയുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. ശരിയാണ്. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ളയാണ്. രണ്ടാമത്തെ പ്രസ്താവന കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു. അത് തെറ്റാണ്. കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രധാന പങ്ക് വഹിച്ചു. അത് ശരിയാണ്. നാലാമത്തെ പ്രസ്താവന ഛോട്ടാ നാഗ്പൂരിലെ സിംഗ്ഭൂമിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി. അത് ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനയിൽ ശരി ഏതാണ്? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ്. ഓക്കെ, ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരിയാണ്. അടുത്തത് ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമജ്ജന മേഖലയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരിയാണ്. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് തന്നെ എന്താണ്? മഹലനോബിസ് മോഡൽ എന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന 1962 ഇന്ത്യ ചൈന യുദ്ധം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. അത് തെറ്റാണ്. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഓക്കെ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് പ്രതികൂലമായി ബാധിച്ചത്. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയല്ല, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നാലാമത്തെ പ്രസ്താവന പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. അത് ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1, 2, 4 മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവനകൾ 1, 2, 4 ശരിയാണ്, 3 ശരിയല്ല. അടുത്തത് 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരി ഉത്തരം ഏതാണ്? പ്രസ്താവന 1. 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രസ്താവന 2. ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ശരിയാണ്. 42ാം ഭേദഗതി വഴിയാണ് 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. ശരിയാണ്. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റി. അത് 42ാം ഭേദഗതിയിലല്ല, 44ാം ഭേദഗതി വഴിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അത് 42ാം ഭേദഗതി വഴിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ടത് ഏത്? ആർട്ടിക്കിൾ 21 എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 21 എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. അപ്പോൾ 5 വർഷ കാലാവധി പൂർത്തിയാക്കി എന്നുള്ളത് തെറ്റാണ്. കാലാവധി പൂർത്തിയാക്കിയില്ല. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവ? 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവ? അപ്പോൾ 7ാം കേരള നിയമസഭയും 9ാം കേരള നിയമസഭയുമാണ് 5 വർഷ കാലാവധി പൂർത്തിയാക്കിയത്. ഓക്കെ, 7ാം കേരള നിയമസഭയും 9ാം കേരള നിയമസഭയുമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. അടുത്തത് മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. എന്താണ്? മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പൊട്ടാസ്യം പേശി വലിവ്. ഓക്കെ, പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് പേശി വലിവ്. ആഗോളതാപനം ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന ഒരു പ്രധാന പരിസ്ഥിതി നേട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത്? 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിന്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിനാണ് 2025 ആർക്കൊക്കെയാണ് ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ എം മാർട്ടിനിസ് എന്നിവർക്കാണ് 2025 ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോററ്റ്, ജോൺ എൻ മാർട്ടിനിസ്. അടുത്തത് ഒരു കോൺകേവ് മിററിൻ്റെ 18 സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ 18 സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചെറുത്, യഥാർത്ഥത്, തലതിരിഞ്ഞതുമായിരിക്കും. മിററിൽ നിന്നും 9 സെൻറ്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിൻ്റെ അതേ വശത്ത് ഉണ്ടാകുന്നു. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അക്വാറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? അക്വാറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക നമ്പർ? ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക നമ്പർ ഓപ്ഷൻ ബി ആണ്. 22 ആണ്. 22. താഴെ കൊടുത്തവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്തുക. കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. മുടിയേറ്റ്, പടയണി, തെയ്യം, കാക്കാരിശി നാടകം, തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർകളി. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്ത കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് 3ഉം 4ഉമാണ്. മഞ്ഞ്, മരണ സർട്ടിഫിക്കറ്റ്, ഖസാക്കിൻ്റെ ഇതിഹാസം, ഇനി ഞാൻ ഉറങ്ങട്ടെ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പാട്ടബാക്കി, അശ്വമേധം, സാകേതം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ?
കീബോർഡ്, മൗസ്, സ്കാനർ എന്നിവ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. മോണിറ്റർ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, മോണിറ്റർ. താഴെ പറയുന്നവയിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? സഫാരി, ഗൂഗിൾ, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഓപ്ഷൻ ബി ആണ്, ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ബാക്കിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.